ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഉപ്പാൻ്റെ ഒരു അടിപൊളി ബീഫ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഉപ്പ തന്നെ നിങ്ങൾക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായി കാണണം. ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഇത്രയും സിമ്പിളാണോ ബീഫ് കറി ഉണ്ടാക്കലേന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഉമ്മമാരെല്ലാം അടുക്കളയിൽ എത്ര ടൈം എടുക്കുന്ന ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ. ഉപ്പ അത്രയും സിമ്പിളായിട്ട് സൂപ്പർ ടേസ്റ്റി ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഇത് ചോപ്പറിലാണ് കേട്ടോ ഈ ഉള്ളി കട്ടാക്കിയത്. ഒരു 4-5 ഉള്ളി എടുത്ത് ചെറുതായി കട്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ കറിവേപ്പിലും പച്ചമുളകും, കറിവേപ്പിലിൻ്റെ തണ്ടടക്കം ചെറിയ കട്ടാക്കി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഇടണം, മനസ്സിലായോ? കട്ട് ചെയ്തിടണം. പിന്നെ വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഒരു 1.5 ടൊമാറ്റോ ശേഷം ഇട്ടിട്ട് കട്ടാക്കിയിട്ട് എല്ലാം ചെറിയ തീയിലാണ് പാചകം ചെയ്തെടുക്കുന്നത്. പിന്നെ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് ഈ ബീഫ് കറിക്ക് ടേസ്റ്റ് വരുന്നത് ഈ ജിഞ്ചറും ഗാർലിക്കാണ്. കുറച്ചധികം തന്നെ ജിഞ്ചറും ഗാർലിക്കും ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അധികം യൂസ് ആക്കൽ കത്തീനും കാട്ടി ചോപ്പറാണ്. കാരണം നമ്മൾ പണിയെല്ലാം വേഗം കഴിയുന്ന നല്ല ഒരു അടിപൊളി സംഭവമാണ്. എനിക്ക് ഭയങ്കര കിച്ചണിൽ എന്തില്ലെങ്കിലും ചോപ്പർ മസ്റ്റാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി എത്ര മതി? മതി കൂടെ കുറച്ച് ഒരു 1/4 സ്പൂൺ മതി. ഓക്കെ ഓക്കെ. കുരുമുളക് ഒരു 1/4 സ്പൂൺ മതി. കുരുമുളക് ഇട്ട് ഇനി മല്ലിപ്പൊടി ഓക്കെ. ഇനി ഗരം മസാല. അങ്ങനെ പൊടികളെല്ലാം കുറവാണ് കേട്ടോ ഉപ്പാര ഈ കറിയിൽ. മുളക് പൊടിയിലാകെ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീഫ് കറിയിൽ അധികം മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ കുറവാണ് കേട്ടോ ഇട്ടത്. നെക്സ്റ്റ് ഇടുന്നത് കുറച്ച് ഏലക്കായൻ്റെ പൊടിയാണ്. അതുപോലെ ഗരം മസാലയും അതുപോലെ കുറച്ചിടുന്നു. സ്പൂൺ കണക്കിനൊന്നല്ല, ശരിക്കും പറഞ്ഞാൽ 1 ടീസ്പൂൺ അത്രേ ഇടുന്നില്ലൂ. പിന്നെ ഇതിനാവശ്യത്തിന് വേണ്ട കുറച്ച് ഉപ്പും ഇട്ട് നന്നായി ഇത് മിക്സ് ചെയ്യാം. ഇപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, ഏലക്കായ് പൊടി, പിന്നെ ഒരു ചെറിയ പീസ് മാഗി ക്യൂബ് ഇട്ടുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടി. എല്ലാം നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പം. അടിപൊളിയിൽ മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ പൊടികളോടെ എല്ലാം പച്ചമണം മാറിയ ശേഷം അതിലേക്ക് ബീഫ് ഇടുന്നു. ഫ്രഷ് ബീഫ് നന്നായിട്ട് ചെറിയതായിട്ട് കട്ടാക്കിന് കേട്ടോ. കട്ടാക്കിയ ശേഷം മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകിയതുകൊണ്ടാണ് അതിൻ്റെ കളർ ഒരു ഡിഫറെൻറ്റ് കാണുന്നത്. അത് നന്നായിലിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു അലുമിനിയം ഫോയിൽ അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മൂടി കൊണ്ടുവന്ന് അടച്ച് നല്ല ടൈറ്റ് ഫിറ്റാക്കി ശേഷം എന്ന് പറഞ്ഞാൽ ഇത് വെക്കുന്നത് ചെറിയ തീയിലാണ് കേട്ടോ. ഈ അലുമിനിയം ഫോയിലോട് മൂടി വെച്ച ശേഷം ഈ തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ കറി വേവിച്ചെടുക്കുന്നത് കേട്ടോ. അത്രയും ചെറിയ തീയിൽ
ഉണ്ടാക്കുന്നത്. ഓപ്പൺ ചെയ്തു. എണ്ണ നോക്കിയ ബീഫിന്റെ എണ്ണ ഞാൻ കാണൂല. ഇതിൽ ഉപ്പ് പറയുന്നത് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ ഉപ്പ് പറഞ്ഞ ബീഫിൽ എണ്ണ ഉണ്ടാന്ന് എനിക്ക് കാണിക്കാന്ന്. അതാണ് കേട്ടോ ഇതിൽ പറയുന്നത്. ഒരു 3-4 തവണ ഇളക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും അതൊന്ന് മൂടിയതിന് ശേഷം പിന്നെ ഒരു ഹാഫ് അവർ പിന്നെ വെക്കുക. അലുമിനിയം ഫോയിൽ ബെസ്റ്റ് എണ്ണയില്ലാത്ത ബീഫ് കറി. എണ്ണയില്ല, വാട്ടറില്ല. വെള്ളം ഇത്തിരി പോലെ ഒഴിച്ചിട്ടാ. പിന്നെ വീണ്ടും മൂടിയതിന് ശേഷം പിന്നെ 1 അവർ ചെറിയ തീയിൽ ഇതിന് മാക്സിമം ഒരു 2 മണിക്കൂർ ഇതിന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂറായിട്ടാണ്. ചെറിയ തീയിൽ ഇത് ഇരുമ്പിന്റെ തട്ട് അടിയിൽ വെച്ചു 1.25 മണിക്കൂർ. ഇപ്പൊ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് വീണ്ടും പിന്നെ അലൂമിനിയം ഫോയിൽ വെച്ച് പൊത്തിയതിന് ശേഷം ഇനി ഒരു 1 അവർ കഴിഞ്ഞാൽ ഏകദേശം റെഡി. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തിനാ ഉറപ്പന്നെയാ? ഒരു സ്പൂൺ ഗീ. എണ്ണയില്ലാത്തതല്ല, എണ്ണ വയ്ക്കാത്തതല്ല. മല്ലിച്ചപ്പും അതുപോലെ കറിവേപ്പില കേട്ടോ. ആ കറിവേപ്പില നല്ലോണം ഇടുന്നുണ്ട്. അതുപോലെ ചെറിയ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറിയിലേക്ക് ഒന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഉപ്പാൻ്റെ ബീഫ് കറി, സ്പെഷ്യൽ ബീഫ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കിയെടുത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ജിഞ്ചറും ഗാർലിക്കും അതുപോലെ കറിവേപ്പിലും മല്ലിച്ചപ്പും മല്ലിയില ഓക്കെ അത് നന്നായി കുറച്ച് അധികം ഇടുന്നുണ്ട്. നമ്മൾ ബീഫ് കറിയിൽ ഇടുന്നതിനെക്കാട്ടും ഉപ്പ് നല്ലോണം ഇടുന്നുണ്ട്. അങ്ങനെ അടിപൊളി ബീഫ് കറി റെഡിയായി. അങ്ങനെ നമ്മളെ ബീഫ് കറിയും കൊണ്ട് നമ്മളൊന്ന് കുവൈത്ത് മാജിക്ക് പോയിട്ട് അവിടെ ഇരുന്ന് കഴിച്ച് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റായിരുന്നു ബീഫ് കറി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അവിടെ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും നല്ല ടേസ്റ്റോടെ കഴിച്ച്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈസി ആയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉപ്പ പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബും ചെയ്യുക. ഓക്കെ ബൈ.